നമ്മളെ അമ്മമ്മ ഈ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പോയിട്ട് ആ ഒരു സ്പൂൺ എടുത്തിട്ട് അത് ഇളക്കുമെന്ന് കറി ഞാനൊന്ന് വെറുതെ ഇളക്കി കാണിക്കുന്നുണ്ട്. അതിന് ശേഷം അമ്മമ്മക്ക് തന്നെ സ്പൂൺ കൊടുക്കുമെന്ന്. എന്നിട്ട് ഞാൻ തന്നെ ഈ ഫോൺ എടുത്തിട്ട് അമ്മമ്മ ആക്കുന്നത് കുറച്ച് അടുത്ത് കാണിച്ചു തരുമെന്ന്. ഇപ്പോൾ അമ്മമ്മ കുറച്ച് ആ മീനില്ലേ, ആ മീൻ പാത്രത്തിൽ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ടേ ആ മീൻ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇടുമെന്ന്. ഇത് തിളച്ചപാട് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചപാട് തന്നെ മീൻ കൊണ്ട് പോയിട്ട് ഇടുമെന്ന്. അമ്മ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ മുറിക്കുന്നത് പിന്നെ എടുത്തിട്ടില്ല, അത് പിന്നെ അതിൽ കാണിക്കാൻ. ഈ വീഡിയോക്ക് ലാസ്റ്റ് ഭാഗത്തെ വീഡിയോക്ക് കുറച്ച് സൗണ്ടിനൊരു പ്രശ്നം ഉണ്ടായിന്, അതാണ് പിന്നെ ഞാൻ വേറെ തന്നെ പറയുന്നത്. ഈ വീഡിയോയിൽ അമ്മമ്മ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇതിൽ കിട്ടിയില്ല ശരിക്കും ക്ലിയർ ആയിട്ട്, അതാണ് പിന്നെ ഞാൻ വേറെ തന്നെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സഹകരിക്കണം. ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ട് ഞാൻ തന്നെ ഇപ്പോൾ ഒന്ന് ഇളക്കുമെന്ന് കറി. ഇപ്പം നമ്മൾ മീൻ ഇട്ടതേ ഇല്ലൂ. നമ്മളിപ്പോൾ കറി ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം തീ കത്താൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുമെന്ന്. കുറച്ചും കൂടി വിറക് വെക്കാനുണ്ട് അതിലേക്ക്. നമ്മളെ അമ്മമ്മ ഇപ്പോൾ കുറച്ച് വലിയൊരു വിറക് അതിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ഇപ്പം കൊണ്ടുവെക്കും അമ്മമ്മയിലേക്ക്. ഞാൻ നല്ലോണം ഒന്ന് ഇളക്കുമെന്ന്, എല്ലാ സൈഡിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് ഇളക്കുമെന്ന്. അതിനുശേഷം അമ്മമ്മ ഇപ്പോൾ ഒരു വിറക് കൊണ്ടുവെക്കും. ഞാനെന്നിട്ട് പിന്നെയും കുറച്ച് നേരം കൂടി അത് സ്പൂൺ എടുത്തിട്ട് ഇളക്കി കറി. ഞാനെന്നിട്ട് കുറച്ച് വിറകെല്ലാം എടുത്ത് കുറച്ച് ഉള്ളിൽ കുന്തി കൊടുത്തു. കത്തിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിന് വിറക്, ഉള്ളിലത് കത്തി തീർന്നു. ഞാൻ കുറച്ചും കൂടി പുറത്തേക്കായത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുമെന്ന് ബാക്കി ഭാഗം. അത് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മമ്മ ഇപ്പം ഇപ്പുറത്തെ സൈഡിലുണ്ട്, എൻ്റെ ഈ സൈഡിൽ അമ്മമ്മ ഉണ്ട്. ഇതാ അമ്മമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മമ്മ കുറച്ച് പുളി എടുത്തിട്ടാണ് വന്നിന്. ഈ വീട്ടിൽ പുളിയുടെ മരമില്ലേ, അതിൽ നിന്ന് കുറച്ച് പുളി എടുത്തിട്ട് വന്നിന്. ആ പുളി തന്നെ അമ്മമ്മക്ക് അറിയില്ലല്ലോ ഇടൽ, അതുകൊണ്ട് ആ പുളിക്ക് നല്ല പുളിയാണെന്ന് പറഞ്ഞിട്ട് ഇതിലിടുമെന്ന്. വേറെ പാക്കറ്റ് പുളിയൊന്നും അമ്മമ്മ വാങ്ങയില്ല പീടിയെന്നൊന്നും. ഈ പുളിയാണ് അമ്മമ്മ എല്ലാവരും ഉപയോഗിക്കൽ. അതുകൊണ്ട് ആ പുളി 3-4 കഷ്ണം ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം ബാക്കി പുളി അമ്മമ്മ ഇപ്പോൾ തിരിച്ചുകൊണ്ട് പോയി കൊണ്ടുവെക്കാൻ പോകുന്നു. ഞാനെന്നിട്ട് ആ പുളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഈ മീനിൻ്റെ കഷ്ണവും ഇതെല്ലാം കറിയും മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കുമെന്ന്. ഇതാണിപ്പോൾ അതിൻ്റെ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ച. ഈ അടുപ്പിൻ്റെതും അവർ പാചകം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ എല്ലാം ദൂരത്തിൽ നിന്നുള്ള കാഴ്ച ചെയ്ത്. ഇതാണ് അടുത്ത് വരുമ്പോൾ ഇല്ല, അടുത്ത് വരുമ്പോൾ ഇതാ കറി തിളക്കുന്നുണ്ട്, നന്നായിട്ട് തിളക്കുന്ന കാണാം. നമ്മളെ അമ്മമ്മ കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ നിൽക്കുമെന്ന്. ഉപ്പ് നേരെ ഇടാണ്ട് കുറച്ച് വെള്ളയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ നിൽക്കുമെന്ന്. ഇങ്ങനെയാകുമ്പോൾ കൃത്യമായിട്ട് ഉപ്പാവില്ലെന്നാണ് അമ്മമ്മ പറയുന്നത്. അങ്ങനെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മളെ മീൻ കഷ്ണം നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കാത്ത് നിൽക്കണം. ഞാൻ ഒന്നും കൂടി അമ്മമ്മ ഉപ്പ് ഒഴിച്ചുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഇളക്കുമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാനാ കുറച്ചും കൂടി ഈ കറിയെല്ലാം ഇളക്കിയത്. അമ്മമ്മ ഇന്ന് കറിയൊന്നും ഇളക്കിയിട്ടില്ല. നമ്മളെ മുളക് പൊടീൻ്റെ എല്ലാം പാത്രമാണ് കുറച്ചപ്പുറത്ത് കാണുന്നത്. പിന്നെ ഇതിൽ ഒഴിക്കേണ്ട വെള്ളം കൊണ്ടുവച്ച ഒരു കപ്പാണ് തൊട്ടടുത്ത് കാണുന്നത്. ആ സ്റ്റീലിൻ്റെ കപ്പാണ്, അതിലാണ് വെള്ളയിൽ ഒഴിച്ചത്. അതിൽ കൊണ്ടുവന്നിട്ടാണ് വെള്ളയിൽ ഒഴിച്ചത്. ഇപ്പം കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഞാനെന്നിട്ടിപ്പോൾ ഒന്നും കൂടി ഇളക്കി നോക്കുമെന്ന്. എന്നിട്ടിപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് ചാറ് കോരി നോക്കുമെന്ന്, മീനെല്ലാം വെന്തിട്ടുണ്ടോ നോക്കുമെന്ന്. മീനെല്ലാം എടുത്തിട്ട് നമ്മളെ അമ്മമ്മ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ലേ, ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തുണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ലേ.
ഇതാ ഞാൻ കുറച്ച് ചാറെല്ലാം എടുത്ത് നോക്കുന്നു ആയിനോന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്നും നോക്കിയില്ല. അപ്പം മീനിൻ്റെ കഷ്ണം അതാ മത്തിയാണ് നമ്മൾ കറി വെച്ചത്. മീൻ മത്തിയാണ് വാങ്ങിയത്. ഒന്നും കൂടി നമ്മൾ കറി തിളക്കാൻ വേണ്ടി നിൽക്കുമെന്ന് നമ്മൾ അമ്മമ്മ എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാടൻ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചത്. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അമ്മമ്മയിൽ കൊണ്ടൊഴിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുമെന്ന്. അമ്മമ്മ പൊതുവെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കൽ മീൻ കറിയിൽ. നാടൻ രീതിയിലൊരു കറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്രാവശ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അമ്മമ്മ ഇനിയിപ്പോൾ ഒരു തുണി എടുത്തിട്ട് ഈ കറി ഇപ്പം വാങ്ങിയിട്ട് നിങ്ങളെല്ലാവരും കാണിച്ചു തരും. നമ്മൾ കറി നന്നായിട്ട് ഇപ്പോൾ തിളക്കുന്നുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മമ്മ കറി എടുക്കുന്നില്ല. അമ്മ ഇപ്പോൾ എന്തെല്ലോ പറയുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ സാധാരണ പോലെ സൗണ്ട് ഉണ്ടാവും. ഞാനെന്നിട്ട് ഒന്നും കൂടിയും ഇത് പാകമായോ നോക്കുമെന്ന്. അതിനുശേഷം അമ്മമ്മ ഒരു വലിയൊരു വിറക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം ആയിട്ടില്ല എന്ന് കുറച്ചും കൂടി തിളക്കട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വലിയൊരു വിറക് വെച്ചിട്ടതിൽ അത് കഴിഞ്ഞിട്ട് നമ്മളത് ആവാൻ വേണ്ടി കുറച്ച് കാത്ത് നിൽക്കുമെന്ന്. ഏകദേശം ഇപ്പം കറി ആവാനായി. നമ്മൾ അമ്മമ്മ ഇപ്പം കറി വാങ്ങിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് എടുത്തിട്ട് ഇപ്പം അമ്മമ്മ വരും. ചട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് എടുത്തിട്ട് ഇപ്പം അമ്മമ്മ ഇങ്ങോട്ടേക്ക് വരും. അമ്മമ്മ തോർത്ത് എടുത്തിട്ട് വരുന്നുണ്ട്. അമ്മമ്മ എന്തെല്ലോ പറയുന്നുണ്ട് കറീനെ കുറിച്ചെല്ലാം. ഈ തോർത്ത് മതി എന്നല്ലാന്ന് പറഞ്ഞ് ഇതന്നെ ഞാനിപ്പോൾ എടുക്കൽ കറി വാങ്ങാനും അതിനെ എടുക്കൽ എന്നാണ് പറയുന്നത്. അമ്മമ്മ ഇത് കറി വാങ്ങുന്നുണ്ട്. ഞാനിനിയിപ്പം ഈ കറി അടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല ഫ്രഷ് ചൂട് ആയിട്ടുള്ള കറിയാണ്. ഞാനൊരു മീൻ കഷ്ണം എടുത്തിട്ട് കുറച്ച് ചാറെടുത്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മീൻ കഷ്ണം എടുത്ത് ഇപ്പോൾ കാണിക്കും ഞാൻ. ഞാനൊരു മീൻ കഷ്ണം എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മത്തിയാണ് കിട്ടിയത് നമുക്ക്. നല്ല നാടൻ മുളകിട്ട മീൻ കറിയാണ് ഇന്ന് അമ്മമ്മ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു പാചകം ചെയ്യും. അതിനുശേഷം അമ്മമ്മ കുറച്ച് ചായ വെക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതേ അടുപ്പിൽ തന്നെ തീ കെടുന്നതിന് മുമ്പ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കാണിക്കും, വേറെ എന്തെങ്കിലും പാചകം ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോ മാക്സിമം ഷെയർ, സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.